ദിവസങ്ങളായി തുടരുന്ന കനത്ത കാറ്റിലും മഴയിലും കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ഇന്നലെ മാത്രം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 60 വീടുകൾ ഭാഗികമായി തകർന്നു. മരങ്ങൾ വീണു, മതിലിടിഞ്ഞും വെള്ളം കയറിയും കാറ്റിൽ മേൽക്കൂര പറന്നും മറ്റുമാണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. ഭാഗികമായി തകർന്ന വീടുകളിലുള്ളവരെ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി മാറ്റി താമസിപ്പിച്ചു. കോഴിക്കോട് താലൂക്കിൽ 21, വടകരയിൽ 24, കൊയിലാണ്ടിയിൽ 7, താമരശ്ശേരിയിൽ 8 എന്നിങ്ങനെയാണ് ഭാഗികമായി തകർന്ന വീടുകളുടെ കണക്ക്. ഇതോടെ കാലവർഷക്കെടുതിയിൽ ഒരാഴ്ചക്കിടെ ജില്ലയിൽ 120ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിരവധി പേരെ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റി. കോഴിക്കോട് താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പും വടകര താലൂക്കിൽ 1 ക്യാമ്പും തുറന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കോഴിക്കോട് കസബ വില്ലേജിലെ IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ 5 കുടുംബങ്ങളിൽ നിന്നായി 12 സ്ത്രീകളും 7 പുരുഷന്മാരും 4 കുട്ടികളും ഉൾപ്പെടെ 23 പേരാണ് കഴിയുന്നത്. കൊമ്മേരി ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ ആരംഭിച്ച ക്യാമ്പിൽ ഒരു കുടുംബത്തിലെ 5 സ്ത്രീകളും 2 പുരുഷന്മാരുമുണ്ട്. വടകര താലൂക്കിലെ വിലങ്ങാട് വില്ലേജ് പരിധിയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചീളിയിലെ 18 കുടുംബങ്ങളിലെ 58 പേരെ, അതായത് 22 പുരുഷന്മാർ, 20 സ്ത്രീകൾ, 16 കുട്ടികളടങ്ങുന്നവരെ വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ആകെ 24 കുടുംബങ്ങളിൽ നിന്നായി 37 സ്ത്രീകളും 31 പുരുഷന്മാരും 20 കുട്ടികളും ഉൾപ്പെടെ 88 പേരാണ് കോഴിക്കോട് ജില്ലയിലെ 3 ക്യാമ്പുകളിലായി കഴിയുന്നത്. 5.8 കോടി രൂപയുടെ കൃഷിനാശം. കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി 5 കോടിയിലധികം രൂപയുടെ കൃഷിനാശമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. 4000-ലേറെ കർഷകരെ മഴക്കെടുതികൾ ബാധിച്ചതായി കൃഷിവകുപ്പ് അറിയിച്ചു. KSEBക്ക് 1.5 കോടിയുടെ നഷ്ടം കനത്ത കാറ്റിലും മഴയിലും ഉണ്ടായി. രാമനാട്ടുകര, ഏലത്തൂർ, ബാലുശ്ശേരി, കിനാലൂർ, കൂമ്പാറ, മാവൂർ എന്നിവിടങ്ങളിലായി 430 LD പോളുകളും 70 HD പോളുകളും തകർന്നു. മരം വീണു മറ്റും 1300 LD കണ്ടക്ടറുകളും 70 HD കണ്ടക്ടറുകളുമാണ് തകരാറിലായത്. ഇതോടെ KSEBയും വലഞ്ഞു. ഈസിയായി നേടൂ വള്ളുവനാട് ഈസി. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.